അഗ്നിസാക്ഷി. രചന പൗർണമി. അവതരണം മിത്രവിന്ദ. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അർജുന്റെ മുഖം വിടർന്നു. ഒരു പുഞ്ചിരിയോടെ അവൻ കോൾ ആൻസർ ചെയ്തു. വാട്ട് ഈസ് സർപ്രൈസ് മാൻ? ഒരു വിളി പോലും ഇല്ലല്ലോ, അർജുൻ ചോദിച്ചു. ആഹാ, അർജുൻ സാറേ, റിസോർട്ട് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് എന്റെ തലയിലേ വലിയൊരു ബേർഡൻ എടുത്തു വെച്ച് തന്നിട്ട് ഇപ്പൊ ഞാൻ വിളിക്കുന്നില്ലെന്നോ? നിനക്കറിയോ, ജിമ്മിലൊക്കെ പോയി ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഞാനാ ഒരു എഫേർട്ടും ഇല്ലാതെ 1-2 മാസം കൊണ്ട് എന്റെ 5 kg ആണ് കുറഞ്ഞത്. നിനക്കറിയോ, ഒന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ല. മിനറൽ വാട്ടർ കുടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ഒന്നിരിക്കാൻ കഴിയില്ല. അപ്പോൾ വരും ഒന്നുകിൽ നിന്റെ അസിസ്റ്റന്റ് റോബോട്ട്, അല്ലെങ്കിൽ ടീം ലീഡേഴ്സ്, അതും അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട അമ്മാവൻ. എന്റെ അജു, നിനക്ക് എന്നോട് ഇത്ര വൈരാഗ്യം ഉണ്ടായിരുന്നോ? അഭിമന്യുവിന്റെ പരാധീനതകൾ കേട്ട് അജു ചിരിച്ചു പോരുന്നു. അഭിമന്യു അശോകൃഷ്ണ സായിറാമിന്റെ സഹോദരിയുടെ മകനാണ്. നീ ചിരിക്കണ്ട. എന്നെ ഇതെല്ലാം ഏൽപ്പിച്ച് റിസോർട്ട് വെക്കുന്നൊക്കെ പറഞ്ഞ് അവിടെ 4 കൂടി അർമാദിക്കുവാണല്ലേ? ഓ, ഫോറസ്റ്റ്, തണുപ്പ്, ഓഫ് റോഡ് ഡ്രൈവ്, ഹണ്ടിങ്, പിന്നെ ഡ്രിങ്ക്സ്. നീയൊക്കെ സുഖിക്കുമ്പോ ഞാൻ ഈ ഫയലുകൾക്കിടയിൽ പൊടി പിടിച്ച് കിടക്കുവാ. മനു പല്ല് കടിച്ചു പിടിച്ചു. എന്റെ മനു, ട്രസ്റ്റഡ് ആയ ഒരാളെ ഏൽപ്പിക്കാതെ എങ്ങനെടാ ഞാൻ മാറി നിൽക്കുന്നത്? നീ എന്നേക്കാൾ എഫിഷ്യന്റ് അല്ലേ? അതല്ലേ നിന്നെ ഏൽപ്പിച്ചത്. അജു അവന്റെ മൂഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിച്ചു. ഡേ അജു, ഈ ഷുഗർ കോട്ടിംഗ് വേർഡ്സുമായിട്ട് എന്നെ പതിപ്പിക്കണ്ട. എനിക്ക് മടുത്തട. ഓഫീസ് വർക്ക്, മീറ്റിംഗ്, സ്ട്രെസ്, ഇതൊക്കെ നിന്നെ അങ്കിളിന്റെയും ഡാഡിയം പോലെ വക്സോളിക്സിന് പറ്റിയ ഇടപാടാ. എനിക്ക് വയ്യ. അഭിമന്യു ആകെ മടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. എന്താ നിനക്കിപ്പോ വേണ്ടത്? അജു കുറച്ച് കൂളായി അവനോട് ചോദിച്ചു. ഐ നീഡ് എ ബ്രേക്ക്. ഈ ഹെവി വർക്ക് പ്രഷറിൽ നിന്നും ഒരു താൽക്കാലിക മോചനം. മനു തന്റെ ആവശ്യം പറഞ്ഞു. ഓക്കെ, എഗ്രീഡ്. ഞാൻ ഡാഡിയെ കൊണ്ട് സമ്മതിപ്പിക്കാം. ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ? അജു അവനോട് ചോദിച്ചു. നോ, ഐ എം നോട്ട്. അവന്റെ മറുപടി ഉടൻ വന്നു. ഓക്കേ, ഇനി നിനക്ക് എന്താ വേണ്ടത്? അജു അത്ഭുതത്തോടെ ചോദിച്ചു. എനിക്ക് അവിടേക്ക് വരണം. കുറച്ചുനാൾ അവിടെ നിങ്ങളുടെ കൂടി അടിച്ചു പൊളിക്കണം. മനു തന്റെ ആവശ്യം അറിയിച്ചു. മനു, നീ കരുതുന്ന പോലെ ഒരു ലൈഫ് അല്ലടാ ഇവിടെ. കൂടെ പറ്റില്ല. 3 നേരവും നോൺ വെജ് കഴിക്കുന്ന ഫൂഡിയായ മനുവിനെ മനസ്സിലോർത്ത് അവനെ അജു വിലക്കാൻ ശ്രമിച്ചു. അയ്യടാ, എന്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട, ഞാനും വരും, മനു വാശിയോടെ പറഞ്ഞു. എന്നാ പിന്നെ നീ വന്ന് എന്താന്ന് വെച്ചാ ചെയ്യ, ഞാൻ ഡാഡിയോട് പറയാം, അജു ദേഷ്യത്തോടെ പറഞ്ഞു. താങ്ക്സ് ഡാ, എനിക്ക് മോചനം കിട്ടി. മനു തുള്ളിച്ചാടി. വരുമ്പോ പഠിക്കുമെന്ന് മനസ്സിൽ കരുതി അജു കോളും കട്ട് ചെയ്തു. എന്താടാ, അവൻ വരുന്നുണ്ടോ? ശിവ അജുവിനെ തിരക്കി. ആടാ, അവൻ കരുതിയേക്കുന്നതേ നമ്മളിവിടെ എക്സ്പ്ലോർ ചെയ്യുവാണെന്നാ. വർക്ക് ബേർഡൻ തലേന്ന് നിറുക്കണം, അവന് റെസ്റ്റ് വേണമെന്ന് അജു ശിവയോട് പറയുകയാണ്. അതിനിങ്ങോട്ട് വന്നാൽ അവന് പറ്റുമോ? ചിക്കനും ബീഫും മട്ടനും ഇല്ലാതെ ഭക്ഷണം കഴിക്കാത്തവനാ. ആദ്യം അത്ഭുതത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞതാടാ, വിശ്വസിക്കണ്ടേ? വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടട്ടെ. അജു ഒന്ന് നെടുവീർപ്പെട്ടു. അവൻ എന്നാ വരുന്നത്? നമുക്ക് അഗ്നിയുടെ അടുത്തേക്ക് പോകണ്ടേ? അവൻ എന്ന് വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഡാഡിയെ ഒന്ന് വിളിക്കട്ടെ. അജു ഫോണും എടുത്ത് സായിറാമിനെ കോൾ ചെയ്യാനായി പോയി. അഭിമന്യുവിന് കുറച്ചുനാള് ബ്രേക്ക് കൊടുക്കണം എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സായിറാമും അർജുനും. നീ കൂടെ ഇവിടെ ഇല്ലാത്ത ഈ സിറ്റുവേഷനിൽ എങ്ങനെ ഇത് പോസിബിൾ ആകും അജു? റാം ആശങ്കയോടെ ചോദിച്ചു. ഡാഡ് പ്ലീസ്, അവനൊരു ചേഞ്ച് വേണം. വർക്ക് പ്രഷർ കൊണ്ട് അവൻ ആകെ സ്ട്രെസ്ഡായി നിൽക്കുകയാണ്. അവന് കുറച്ചുനാൾ ബ്രേക്ക് കൊടുക്കും. അവനൊന്ന് റിഫ്രഷ് ആവട്ടെ. അജു പിന്നെയും റാമിനോട് പറഞ്ഞു. ബട്ട് അജു, അഭികൂടി പോയാൽ ഇവിടെ ട്രസ്റ്റഡായ മറ്റാരുണ്ട് മോനെ? സായിറാമിന് അബിയെ വിടാൻ മനസ്സനുവദിക്കുന്നില്ലായിരുന്നു. ഡാഡ്, ഞാനും അവിടുത്തെ വർക്ക്സ് ഓൺലൈനായി നോക്കാം. പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നും മാറുമ്പോ അവനൊന്ന് കാമാകും. അവനും ഓൺലൈനായി വർക്ക് ചെയ്തോളും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഫ്ലൈൻ വർക്ക്സ്, പിന്നെ മീറ്റിംഗ്സ് ഒക്കെ ഡാഡിയും അങ്കിളും കൂടി മാനേജ് ചെയ്താൽ മതിയല്ലോ. അജു പിന്നെയും നിർബന്ധിക്കുകയാണ് റാമിനെ. ഓക്കെ അജു, നീയും അബിയും ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ, പിന്നെ ഞാനിനി എന്തു പറയാനാ? റാം പരിഭവിച്ചു. അർജുൻ ഒന്ന് ചിരിച്ചു. ഓക്കെ ഡാഡ്, അപ്പോൾ അവന്റെ ബ്രേക്കിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യില്ലേ? അജു ഓർമ്മപ്പെടുത്തി.
ഓക്കെ, ഞാൻ ചെയ്യാം. ഓക്കെ ഡാഡ്, ഐ വിൽ കോൾ യു ലേറ്റർ. പറഞ്ഞുകൊണ്ട് അജു കോൾ അവസാനിപ്പിച്ചു. പാതിരാത്രിയിലും തിരക്കൊടുങ്ങാത്ത ബാംഗ്ലൂർ നഗരം, അമ്പര ചുംബികളായ സൗധങ്ങൾ, രാത്രിയിലും ലൈറ്റിന്റെ പ്രഭയാൽ തിളങ്ങുന്ന ഫുഡ് സ്ട്രീറ്റുകൾ, മാളുകൾ, വഴിയോര കച്ചവടങ്ങൾ, ചീറി പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ, തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ലാതെ തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് ഊളിയിട്ട് ജീവിക്കുന്ന മനുഷ്യർ. തിരക്കേറിയ ബാംഗ്ലൂർ നഗരത്തിൽ ആർഭാടം നിറഞ്ഞു നിൽക്കുന്ന ഫ്ളാറ്റിലെ റൈലിംഗിൽ പിടിച്ചുകൊണ്ട് താരാകാശത്തെ നക്ഷത്രപ്രഭയിലേക്ക് നോക്കിയൊരുവൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രാണനായിരുന്നവനെ കുറിച്ചുള്ള ഓർമ്മകളിലാണവൾ. അത്രമേൽ പ്രിയപ്പെട്ട ഓർമ്മകൾ. അവനില്ലാതെ ഈ ലോകത്ത് ഇനി ജീവിക്കേണ്ടെന്നുണ്ട്. എന്നാൽ ജീവിച്ചേ കഴിയൂ. അവളെ സ്നേഹിക്കുന്ന ചിലർക്കു വേണ്ടി. അത്രമേൽ തീവ്രമായി പ്രണയിച്ചൊരുവൻ ഇനി വരില്ലെന്ന തിരിച്ചറിവ് പലപ്പോഴും അവളുടെ സമനില തകർക്കുന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ എല്ലാം തകർത്തെറിഞ്ഞോടാൻ പ്രേരിപ്പിക്കുന്നു. അത്രമേൽ ഭ്രാന്തമാണ് പ്രണയം. അഭിമോളെ, നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് സ്റ്റെല്ലയുടെ ശബ്ദം അവിടെ മുഴങ്ങി. കരഞ്ഞു ചുവന്നു വീർത്തവളുടെ മുഖവും കണ്ണുകളും കണ്ട് അവരുടെ ഹൃദയവും ഒരു വേള വിങ്ങിപ്പോയി. ജന്മം കൊടുക്കാതെ പാലൂട്ടാതെ ജനിച്ച അന്നു മുതൽ തന്നെ മനസ്സുകൊണ്ടവർ അവളുടെ അമ്മയായിരുന്നു. അഭിമോളെ, വരൂ, തണുപ്പ് കൊണ്ടത് മതി, അകത്തേക്ക് പോകാം. അവരവളോട് സ്നേഹത്തോടെ പറഞ്ഞു. ആന്റി പ്ലീസ്, ഞാനിവിടെ കുറച്ചു നേരം തനിയൊന്ന് നിന്നോട്ടെ. കുറച്ചു കഴിഞ്ഞ് ഞാൻ വന്നോളാം. അവൾ ചിലമ്പിച്ച ശബ്ദത്തിൽ അവരോട് മറുപടിയും പറഞ്ഞു. മോള് കരയരുതെന്ന് ഞാൻ പറയില്ല. പക്ഷേ മോള് കുറച്ചുകൂടി കരുത്താർജിക്കണം. കർത്താവ് എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടെത്തി തരും. കർത്താവ് മരിച്ചുപോയവരെ പുനർജീവിപ്പിക്കുമോ എന്നൊന്ന് ചോദിക്കാൻ അവൾക്ക് തോന്നി. അപ്പോഴും ദൈവം അവൾക്കുള്ളതിനെ താൽക്കാലികമായി മറച്ചു പിടിച്ചിരിക്കുകയാണെന്നത് അവൾക്ക് മനസ്സിലായിരുന്നില്ല. നിശബ്ദമായിരിക്കുന്നവളോട് സ്റ്റെല്ല വീണ്ടും പറയുകയാണ്. എനിക്കിതൊക്കെ മോളോട് പറയാൻ അർഹതയുണ്ടോന്നറിയില്ല. എന്റെ സ്ഥാനം, ഞാനൊരു വേലക്കാരിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത ഞാൻ മനസ്സുകൊണ്ട് എന്നും നിന്റെ അമ്മയാണ്. മോൾ ഇങ്ങനെ ഉരുകുന്നത് എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് പറഞ്ഞു പോകുന്നതാ. ഏയ്, എനിക്കൊന്നുമില്ല. ആന്റി വിഷമിക്കണ്ട. പ്ലീസ് വാ, നമുക്ക് അകത്തേക്ക് പോകാം. ആന്റി എന്റെ അമ്മയെപ്പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇങ്ങോട്ടേക്കുള്ള പറിച്ചു നടല് അതുകൊണ്ടല്ലേ ആന്റി കൂടി വേണമെന്ന് ഞാൻ ഡാഡിയോടും മമ്മിയോടും പറഞ്ഞത്. അവരുടെ സങ്കടം നിറഞ്ഞ മുഖം കണ്ട് അബി അവരോട് പറഞ്ഞു. ഇരുവരും അകത്തേക്ക് പ്രവേശിച്ചു. മുഖം നന്നായൊന്ന് കഴുകി ഒരു നിമിഷം കണ്ണാടിയിലേക്ക് നോക്കി അവൾ. ഒരു നാൾ കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യം എത്ര കണ്ടാലും മതി വരാതിരുന്ന അവളിന്ന് കണ്ണാടിയെപ്പോലും വെറുക്കുന്നു. അഭിശ്രീ തന്നെയാണോ കണ്ണാടിയിൽ കാണുന്ന രൂപമെന്ന് അവൾക്ക് തോന്നിപ്പോയി. മുഖം ടവലിൽ ഒന്ന് തുടച്ച് അവൾ റൂമിലേക്ക് കയറി. ഉറങ്ങണം, സ്വസ്ഥമായിട്ട്. ചിന്തകൾക്ക് വിശ്രമം കൊടുക്കണം. ഷെൽഫിലായി വെച്ചിരുന്ന ഉറക്കമില്ലാത്തപ്പോൾ കഴിക്കാൻ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത സ്ലീപ്പിംഗ് പിൽസിൽ നിന്നും ഒരെണ്ണം എടുത്ത് കഴിച്ച് അവൾ ബെഡിലേക്ക് കയറി കിടന്നു. ഗുളികയുടെ എഫക്റ്റിൽ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും അഗ്നിയുടെ ചിരിക്കുന്ന മുഖം അവളുടെ അബോധ തലങ്ങളിൽ വീണ്ടും നിറഞ്ഞു നിന്നിരുന്നു. വൃശ്ചികത്തിലെ ചെറിയ മൂടൽമഞ്ഞുള്ള തണുത്ത പ്രഭാതം. ജിമ്മിൽ പോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ജോഗിംഗ് മുടക്കാറില്ല നാലാളും. സൂര്യൻ മഞ്ഞുമേഘ പാളികൾക്കിടയിൽ നിന്നും പുറത്തേക്ക് വന്നു. തണുപ്പിനൊപ്പം ഒരിളം ചൂടും. പ്രത്യേക സുഖമുള്ള നനുത്ത ഒരു പ്രഭാതം. അല്ലെങ്കിലും ഈ ഗ്രാമക്കാഴ്ചകളൊക്കെ കണ്ട് ജോഗ് ചെയ്യുന്ന ഒരു സുഖം അത് വേറെ തന്നെയല്ലേ. ആ ഫീൽ ഏത് ജിമ്മിൽ പോയാൽ കിട്ടൂടാ. ആദ്യം പറയുമ്പോ അവന്റെ വാക്കിനെ മൂന്നാളും ശരിവെച്ചു. ജോഗിങ് കഴിഞ്ഞുവന്ന് അകത്തേക്ക് കടക്കാൻ തുടങ്ങിയപ്പോ തന്നെ മിഥുവിന്റെ ശബ്ദം കേൾക്കായിരുന്നു. നിന്റെ ആള് വന്നിട്ടുണ്ട്. അവൾക്കിപ്പോ നിന്നെ കാണാതെ വയ്യെന്ന് തോന്നല്ലേ? ശിവയെ കളിയാക്കി അതർവ് പറഞ്ഞു. അവള് ക്ലാസ് എടുക്കാൻ വന്നതാകും. അല്ലെങ്കിലേ ദേവുവിന് എന്തെങ്കിലും ന്യൂസ് പാസ് ചെയ്യാനായിട്ട്. അല്ലാതെ എന്നെ കാണുമെന്ന് തോന്നാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും അവൾക്കില്ലടാ. ശിവ ചിരിച്ചുകൊണ്ട് മറുപടിയും കൊടുത്തു. അത് കേട്ട് മറ്റുള്ളവരും ചിരിച്ചു. അടുക്കളയിൽ നെയ്യ് ചേർത്ത ദോശ ദേവൂട്ടി ഒന്നൊന്നായി ചുടുകയാണ്. അടുക്കള സ്ലാബിന്റെ പുറത്ത് കയറിയിരുന്ന് ചൂട് ദോശ ചമ്മന്തിയും കൂട്ടി കഴിക്കുവാണ് മിത്തു. കൂട്ടത്തിൽ സംസാരവും നടക്കുന്നുണ്ട്. മിത്തുവിനെ തിരഞ്ഞു വന്ന 4 പേരും ഈ കാഴ്ചയാണ് കാണുന്നത്. മിത്തുവേ, രാവിലെ നല്ല പോളിങ്ങിലാണല്ലോ. ആദ്യ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ദോശയും നാവിൽ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ആളുകളെ കാണുന്നത്. ഇതാര്? വയനാടൻ ബസന്തിയോ? ശിവ ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ ചിരിച്ചു പോയിരുന്നു. അത് തന്റെ കെട്ടിയോള്. ചമ്മല് മാറി പെണ്ണിന് ദേഷ്യം വന്നു.
അവരുടെ കളിയാക്കുന്ന ഭാവം കൂടി കണ്ടപ്പോ പെണ്ണിന് ദേഷ്യം കൂടി. കയ്യിൽ അവശേഷിച്ച ദോശ അവിടെ നിന്ന് ശിവയുടെ വായിൽ കുത്തിക്കയറ്റി വെച്ചു കൊടുത്തു. ഡീ! ബോധം വന്ന ശിവ അവളെ അടിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ഓടി. മിത്തു ഓടി മുകളിലെ ഒരു ഒഴിഞ്ഞ മുറിയുടെ കതകിന്റെ പിറകിൽ ഒളിച്ചു. ശിവ അവിടെ ചുറ്റും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. കതകിന്റെ വിജാഗിരിയുടെ വിടവിൽ നിന്നും അവൾ ശിവയെ ശ്രദ്ധിച്ചു. കുപ്പിവള കിലുക്കം കേട്ടവൻ അവിടേക്ക് നോക്കി. ഇളം കാറ്റില് മിത്തുവിന്റെ ചുരിദാറിന്റെ ഷോൾ പാറുന്നത് അവന് കാണായിരുന്നു. മിത്തു ടെൻഷൻ കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. തൊട്ടടുത്ത് പരിചിതമായ പെർഫ്യൂമിന്റെ വാസന. അവൾ കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി. അവന്റെ കണ്ണുകളിൽ അപരിചിതമായ ഭാവം. അവളുടെ മുഖത്തായി ഇളം കാറ്റിൽ പാറി വീണ അലകങ്ങളെ അവൻ തന്റെ ചുണ്ടുവിരൽ കൊണ്ട് ഒതുക്കി വെച്ചു. അവൾ കണ്ണിമ ചിമ്മാതെ അവനെ ഒന്ന് നോക്കി. ചെറുതായി വിയർത്ത അവളുടെ മുഖത്തേക്കും വിയർപ്പ് പൊടിഞ്ഞ അവളുടെ മേൽചുണ്ടിലേക്കും അവൻ കൗതുകത്തോടെ നോക്കുകയാണ്. ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ട്. കൈകാലുകൾ അവളെ പുണരാൻ വെമ്പൽ കൊള്ളുന്നുണ്ട്. ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളുമായി പൊതിയാൻ കൊതിക്കുന്നു. യാന്ത്രികം എന്ന പോലെ അവൻ തന്റെ കൈകളിലായി അവളുടെ മുഖം കോരിയെടുത്തു. അവളുടെ നെറ്റിയിലും കണ്ണുകളിലും ശിവ ചുംബിച്ചിരുന്നു. കണ്ണുകൾ അടച്ചു നിൽക്കുവാണ് മിത്തു. അവളുടെ നെഞ്ചെടുപ്പ് ശിവയ്ക്ക് കേൾക്കാൻ കഴിയും പോലെ തോന്നി. മിതു പതിയെ കണ്ണു തുറന്നു. തൊട്ടടുത്ത് കണ്ണുകളിൽ നിറയെ പ്രണയവുമായി ഒരുത്തൻ. അവളുടെ മിഴികൾ അവന്റെ കറുത്ത ഗോളങ്ങളിൽ കൊരുത്തു നിന്നു. ചുണ്ടുകൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നത് ഇരുവരും അറിയുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ ചുണ്ടുകളിൽ ഒന്ന് അമർത്തി മുത്തി. അവളുടെ പൂവിതലുകൾ പോലെയുള്ള ചെഞ്ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി. എതിർപ്പുകൾ ഒന്നുമില്ലാതെ അവളും ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. ശ്വാസം കിട്ടാതായപ്പോൾ മിത്തു കാണിച്ച പരാക്രമങ്ങളിൽ നിന്നാണ് ശിവയ്ക്ക് ബോധം വന്നത്. പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ചുംബനത്തിന്റെ വന്യതയിൽ ചുണ്ടുകൾ ചെറുതായി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവന് പെട്ടെന്ന് അവളെ കണ്ട് സങ്കടം വന്നു. ലച്ചു, മോളെ സോറിയടി, ഞാൻ പെട്ടെന്ന് ഓർക്കാതെ. സോറി മോളെ, എനിക്കെന്നെ ഒരു നിമിഷം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കുക. ഇനി ഇനിങ്ങനെ ആവർത്തിക്കില്ല, സത്യം. ശിവ കെഞ്ചി പറഞ്ഞു. മിത്തുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. എന്റെ ചുണ്ടുകൾ കടിച്ചു പൊട്ടിച്ചിട്ട് ഇനി ഞാൻ എങ്ങനെ ദോശയും മുളക് ചമ്മന്തിയും കഴിക്കൂടോ? നെക്സ്റ്റ് ടൈം ഇങ്ങനെ മുറിക്കരുത്, ഓക്കെ? അവനെ പിടിച്ചു മാറ്റി പോകുന്നവളെ കണ്ട് അവൻ അറിയാതെ പറഞ്ഞുപോയി. എന്റെ ദൈവമേ, ഇതിനെ ഞാൻ ജീവിതകാലം മുഴുവൻ എങ്ങനെ സഹിക്കുമെന്ന്. അവൾ പോകുന്നതിനിടയിൽ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ലച്ചു, ഒന്നുകൂടെ വേണോ? പോടാ എന്ന് വിളിച്ചു പറഞ്ഞ് വേഗത്തിൽ പടിയിറങ്ങി പോകുന്നവളെ നോക്കി അവൻ ചിരിച്ചുപോയി. കുറച്ചു മുന്നേ നടന്ന രംഗങ്ങളോർത്ത് അവന്റെ മനസ്സ് പ്രണയാർദ്രമായി മൊഴിഞ്ഞു. എന്റെ കാന്താരി പെണ്ണ്. ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിപ്പുണ്ട് എല്ലാവരും. ഭക്ഷണം വിളമ്പാൻ നിന്ന ദേവുവിനെ തനിയെ എടുത്ത് കഴിക്കാന്ന് പറഞ്ഞ് കസേരയിലായി പിടിച്ചിരുത്തി അതിർവ്. നേരത്തെ ചുട്ട ദോശ ഓരോന്നായി ചൂടോടെ കഴിച്ചു വയറു നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് മിത്തു വിളമ്പാൻ നിന്നു. നെയ്യ് പുരട്ടി മുരിച്ച ദോശയ്ക്കൊപ്പം മുളക് ചമ്മന്തി സാമ്പാറും ഉണ്ട്. മുളക് ചമ്മന്തി മിത്തുവിന്റെ ഫേവറേറ്റ് ആണ്. വിളമ്പി കഴിഞ്ഞ ശേഷം ദേവിനടുത്തുള്ള കസേരയിലായി മിത്തുവും ഇരുന്നു. കുറച്ച് ദോശ മുറിച്ച് മുളക് ചമ്മന്തി കൂട്ടിച്ചേർത്ത് മിതുവിന്റെ വായിലേക്കായി വെച്ചു ദേവു. മുളകിന്റെ എരിവ് ചുണ്ടിലെ മുറിവിൽ തട്ടിയതും മിതു അമ്മോന്ന് ഉറക്കെ കരഞ്ഞു പോയിരുന്നു. എന്താടി, എരിവ് കൂടുതലാണോ? ദേവു ആശങ്കയോട് ചോദിച്ചു. ഏയ് അല്ല, ചുണ്ട് മുറിഞ്ഞിരിക്കുന്നു, എരിവ് തട്ടിയപ്പോ നേറിയതാ എന്ന് മിതു പറഞ്ഞതും കഴിച്ചുകൊണ്ടിരുന്ന ശിവയുടെ നെറുകയിൽ ഭക്ഷണം കയറിപ്പോയിരുന്നു. ചുമച്ചു വെള്ളം കുടിച്ച് നേരെ നോക്കിയതും ശിവ കാണുന്നത് സംശയാസ്പദമായി തന്നെ നോക്കുന്ന 3 ജോഡി കണ്ണുകളെയാണ്. ഒന്നും അറിയാത്തതുപോലെ കുനിഞ്ഞ ആഹാരത്തിലേക്ക് നോക്കി. ഇവളിനി വല്ല വിഡ്ഢിത്തവും പറയുമോ എന്നറിയാൻ ഒളികണ്ണിട്ട് മിഥുവിനെ ഒന്ന് നോക്കിപ്പോയിരുന്നു ശിവ. മുറിഞ്ഞോ? എങ്ങനെ? വാസുദേവന്റെ ചോദ്യം കേട്ട് ശിവയ്ക്ക് കഴിച്ചതുകൂടെ ദഹിച്ചു പോയ പോലെ തോന്നി. അത് മഞ്ഞല്ലേ? തണുപ്പേ? ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയെന്ന് തോന്നുന്നു. ചുണ്ടു പൊട്ടി. മിത്തു വെപ്രാളം പിടിച്ചു പറഞ്ഞൊപ്പിച്ചു. 4 പേരിലേക്കും ഒന്ന് കണ്ണോടിക്കുകയും ചെയ്തു. വാസുദേവന് പ്രത്യേകിച്ച് സംശയമൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ദേവു അവളെ ഞാൻ നിന്നെ പിന്നെ എടുത്തേക്കാമെന്ന അർത്ഥത്തിൽ ഒന്ന് നോക്കിവിട്ടു. കൂട്ടത്തിൽ തന്നെ ശിവയെ ഒന്ന് നോക്കാൻ ദേവൂട്ടി മറന്നിരുന്നില്ല. പറ്റിപ്പോയി എന്ന അർത്ഥത്തില് ശിവ വാലുമുറിഞ്ഞിരിക്കുന്നത് കണ്ട് വാസുദേവൻ ഒഴികെ എല്ലാവർക്കും ഉള്ളാൽ ചിരി വന്നിരുന്നു. മക്കളെ,
സൈറ്റിലേക്ക് പോകാനിറങ്ങിയ അജുവിനെയും സംഘത്തെയും വാസുദേവൻ വിളിച്ചു. പറയൂ അങ്കിൾ, എന്താ കാര്യം? അർജുൻ അദ്ദേഹത്തോട് ചോദിച്ചു. മോനെ, ഈ ശനിയാഴ്ച ഉണ്ണിയെ കാണാൻ പോകാന്ന് കരുതിയിരുന്നതല്ലേ? പക്ഷേ വൈശുമോന് എമർജൻസി മീറ്റിംഗ് വന്ന് ലീവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് യാത്ര തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. അത് പറയാനാ മിത്തുമോള് വന്നത്. ആണോ? സാരമില്ലങ്കളെ, ഞങ്ങൾ കൂടി വരുന്നുണ്ട്. എന്തായാലും അയാളെ ഒന്ന് കാണാമല്ലോ. മനസ്സിൽ മറ്റെന്തൊക്കെയോ കണക്ക് കൂട്ടി അജു പറഞ്ഞു. അതിനെന്താ, എല്ലാവർക്കും പോയി സന്തോഷായിട്ട് തിരികെ വരാലോ. വാസുദേവൻ അവരോടായി പറയുകയാണ്. അങ്കിൾ, മറ്റൊന്നുകൂടി പറയാൻ വിട്ടു. ആക്ച്വലി ഞാനത് അങ്കിളിനോട് ഒരു പെർമിഷൻ വാങ്ങാൻ ഇരിക്കുകയായിരുന്നു. അർജുൻ എന്തോ ഓർത്തെന്നതുപോലെ പറഞ്ഞു. എന്താ മോനെ? വാസുദേവൻ ആകാംക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അങ്കിൾ, എൻ്റെ ഒരു കസിൻ കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. അവനെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ? അർജുൻ കുറച്ചു മടിച്ചാണ് വാസുദേവനോട് ചോദിച്ചത്. അയ്യോ കുഞ്ഞേ, ഇത് കുഞ്ഞിന്റെ വീടാ. എനിക്ക് എന്ത് അവകാശമായി ഇവിടെ? നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുടെ കാരുണ്യം കൊണ്ട് എന്നെ എൻ്റെ കുട്ടിയെ നിങ്ങൾ ഇറക്കി വിടാത്തത്. കുഞ്ഞിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എല്ലാം, വാസുദേവൻ അർജുനോട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു അങ്കിൾ. എന്തായാലും 1-2 ദിവസങ്ങൾക്കുള്ളിൽ അവൻ ഇവിടെ എത്തും. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ അങ്കിൾ, അജു സമാധാനത്തോടെ പറഞ്ഞു. പോയി വാ മോനെ. വാസുദേവൻ അവരെ യാത്രയാക്കി. രാവിലെയുള്ള മരുന്ന് സേവയ്ക്കും ഒഴിച്ചിലും പിഴിച്ചിലിനും ശേഷം തന്റെ കട്ടിലിൽ വിശ്രമിക്കുകയായിരുന്നു അഗ്നി. മനസ്സ് ചിന്തകളാൽ കലുഷിതമാണ്. ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഉരുകളും അവളുടെ കൊഞ്ചലുകളും പരിഭവങ്ങളും ഒരുപോലെ ചിരിപ്പിക്കാനും വേദനിപ്പിക്കാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്നതുമായ ഓർമ്മ ചിത്രങ്ങൾ തുടരും. നല്ല കഥയല്ലേ? ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒപ്പം ഈ കഥ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് തരാനും ഒന്നും മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്ര. താങ്ക് യു.